ഹായ് വെൽക്കം ബാക്ക് ടു HR ടോക്സ് ബൈ അമേരിക്കൻ മലയാളി. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം, അതായത് മൂന്നാമത്തെ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. ഇത് എനിക്ക് നടക്കുന്നത് ഞാൻ 7th പഠിക്കുമ്പോഴാണ്. 7th എനിക്ക് കറക്റ്റ് ആ ക്ലാസ് പോലും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരു കാത്തലിക് സ്കൂളാണ് ബേസിക്കലി. ഇപ്പം അതിൻ്റെ ആ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പള്ളി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും അതിൻ്റെ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ക്ലാസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നതിൻ്റെ അത് ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ. ഈ കൊച്ചെന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇതിൻ്റെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് ക്ലാസ്സിലോട്ടാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ എനിക്ക് കറക്റ്റ് ഓർമ്മ. ഇതെന്ന് പറയുമ്പോൾ ഒരു ദിവസം ലൈക്ക് നോർമലി നമ്മൾ സ്കൂളിലോട്ടൊക്കെ എനിക്ക് നടന്നു പോവാം. തൊട്ടടുത്താണ് സ്കൂള്, ഏതാണ്ട് 10 മിനിറ്റ്സും കണ്ട് നടന്നാൽ മതി. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ അറിയാവുന്ന പിള്ളേരൊക്കെ ഒരുമിച്ച് കൂടി ഗോസിപ്പൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇതുപോലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടുന്ന സമയമാണ്. പേപ്പർ കിട്ടുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളിങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചുമ്മാ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പം എൻ്റെ ജൂനിയർ ഒരു കൊച്ച് ഞാനും കൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ആ കൊച്ചെന്നോട് ഞാനിങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് സോഷ്യൽ സ്റ്റഡീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്ന സബ്ജക്റ്റ്. സോഷ്യൽ സ്റ്റഡീസ് ആണ്, അതെ, സോഷ്യൽ സ്റ്റഡീസോ അല്ലെങ്കിൽ എന്തായാലും സയൻസുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ കൊച്ചു എന്നോട് കുഴപ്പമില്ലായിരുന്നു, പേപ്പർ നാളെ കിട്ടും അല്ല ഇന്ന് കിട്ടും എന്നങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ആരാ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇന്ന് സാറാ പഠിപ്പിക്കുന്നത്, സാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇന്ന് സാറാ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഓ ആ സാറാണ് പഠിപ്പിക്കുന്നത്, ആ സാറ് പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എൻ്റെ പേപ്പർ എനിക്ക് ഇന്നലെ കിട്ടി, സാർ ഒട്ടും മാർക്ക് തരികയല്ല. എനിക്കറിയത്തില്ല ഈ 90s കിഡ്സിന് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. നമുക്കുണ്ട് ഈ ചില ടീച്ചർ മാർക്ക് തരികയില്ല, മാർക്ക് തരും, പിടിച്ചാ മാർക്ക് തരുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇത് ആ സമയത്തൊക്കെ പിന്നെ എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ സമയത്ത് ഞങ്ങൾ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു ആണ് ചേച്ചി എനിക്ക് ഓൾറെഡി ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ മാർക്കും തരികയില്ല അല്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ആ കൊച്ചിൻ്റെ ക്ലാസ്സിൽ പോയി, ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയി. അത് അന്നാണോ അതോ നെക്സ്റ്റ് ഡേ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ കൊച്ചെൻ്റെ ക്ലാസ്സിൽ വന്നു, എൻ്റെ സാറിനോട് പറഞ്ഞു, നിമ്മി ചേച്ചീനെ സാറ് വിളിക്കുന്നുണ്ട്, ഒന്ന് വരാൻ പറഞ്ഞെന്ന്. അപ്പോഴേ എൻ്റെ മനസ്സിൽ കണക്റ്റായി. ഇന്ന സാറെന്ന് പറഞ്ഞപ്പോഴേ ആ സാറിൻ്റെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ കൊച്ചിനോടെന്ന്. ഈ കൊച്ചു തന്നെയാണ് വിളിക്കാൻ വന്നത്. അപ്പോൾ ഈ കൊച്ചാണ് എന്നെ വിളിക്കാൻ വന്നപ്പോൾ എനിക്ക് തിരിഞ്ഞു അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നാ മോളെ എന്നാന്ന്. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞു സാർ ഒട്ടും മാർക്ക് തരികയില്ലെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ആ പ്രായത്തിൽ നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ 6th ഞാൻ ഏത് ക്ലാസ്സിലാണോ അതിൻ്റെ ഒരു ക്ലാസ് താഴത്തെ ക്ലാസ്സാണ് ഈ കൊച്ചു പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ക്ലാസ്സിൽ ഫുൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ആ ക്ലാസ്സിലെ ഫുൾ സ്റ്റുഡൻസ് അവിടെ ഇരിക്കുക. എന്തൊക്കെയാണെങ്കിലും ഒരു 40+ സ്റ്റുഡൻസ് കാണും. അപ്പം സാറ് പറഞ്ഞു കയറി വാടിയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് സാറ് പറഞ്ഞു, നീ ഇവളോട് പറഞ്ഞോ ഞാൻ അധികം മാർക്ക് തരികയില്ലെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു എന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു ആ സാറേ ഞാൻ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. നിന്നോട് ആരാടി അങ്ങനെ പറയാൻ പറഞ്ഞു, നിനക്കെങ്ങനെയാണ് ഇങ്ങനെ അറിയുന്നേ, അങ്ങ് തിരിഞ്ഞു നിന്നേടി എന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കണം, ഞാൻ വേറെ ക്ലാസ്സിൽ പഠിക്കും, ഇതിപ്പോൾ ഇത്രയും പിള്ളേരുള്ളിടത്ത് ഇതെനിക്ക് സത്യമാണ്. ഞാൻ കൊച്ചു സാറിനോട് പറഞ്ഞതാണോ, കൊച്ചു സാറിനോട് പറഞ്ഞ എന്നെ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ സ്റ്റോറി ഇത് പറയാം. എന്നോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു, ഞാൻ തിരിഞ്ഞു നിന്നു. സാർ ഇത്രയും പിള്ളേരുടെ മുമ്പിൽ നിന്ന് എനിക്ക് 3 അടി, ഇന്നും അത് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. 3 അടി ഇത്രയും പിള്ളേരുടെ മുമ്പിൽ നിന്ന് എനിക്ക് ആ പുള്ളിക്കാരൻ തന്നു. എന്തായാലും ഞാൻ അടി മേടിച്ച് പറഞ്ഞു പോ ക്ലാസ്സിൽ പൊടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തായാലും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയിരുന്നു. ആരും എന്നോട് എന്നാന്ന് ചോദിച്ചുമില്ല. എൻ്റെ ക്ലാസ്സിൽ ആരോട് ഞാനൊന്നും പറഞ്ഞുമില്ല. എൻ്റെ ജൂനിയർ ആയിട്ടുള്ള പിള്ളേരുടെ മുമ്പിൽ നിന്നാണ് ഇത്രയും 3 അടി കിട്ടുന്നത്. എനിക്ക് അന്നേ വരെ ക്ലാസ്സിൽ പോലും എനിക്കാണെങ്കിൽ എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് കിട്ടണം. അത് നമുക്ക് ഓബിയസ്ലി കിട്ടിയല്ല, ഫസ്റ്റ് റാങ്ക് കിട്ടണം, ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കൊരു അടി കിട്ടുന്നത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന്, ഇത്രയും മീൻസ് ജൂനിയർ പിള്ളേരുടെ മുമ്പിൽ നിന്ന്. എന്തൊക്കെയാണേലും ഈ അടി മേടിച്ച് ക്ലാസ് ചെന്നപ്പോൾ ആരും എന്നോട് എന്തിനാ വിളിച്ചതെന്നൊന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ. എന്താണേലും അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞൊന്നുമില്ല, പറയണമെന്ന് മീൻസ് ഇത് നമുക്ക് ആ പ്രായത്തിൽ അറിയത്തില്ലല്ലോ, ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെയാണേലും ഞാൻ വീട്ടിൽ ചെന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഉണ്ട്, എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനും, ഞങ്ങളെല്ലാവരും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിരുന്ന് മമ്മി അടുക്കള പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ലിവിങ് റൂമിൽ പോയിരുന്ന് ചായ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല. മമ്മിയുടെ ചുറ്റും അങ്ങ് ഇരുന്ന് എല്ലാവരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ആ സമയത്ത് പാല് വിൽക്കുമായിരുന്നു.
അപ്പോൾ പാലെടുക്കാൻ ആൾക്കാർ വരും വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു കൊച്ച് പാലെടുക്കാൻ വന്നപ്പോഴത്തേനും ആ കൊച്ചു പറഞ്ഞു, നിമി ചേച്ചിക്ക് എൻ്റെ സാറിൻ്റെ നിന്ന് നല്ല അടി കിട്ടി. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, അന്ന് ഞാൻ ഓർത്തില്ല ഈ കൊച്ച് ഈ അടി കിട്ടി, ഞാൻ അടി പറഞ്ഞില്ല, വേറെ ക്ലാസ്സിൽ പോയി അടി മേടിച്ചുകൊണ്ട് വന്നതാണ്, ആ ക്ലാസ്സിലുണ്ടായിരുന്ന കൊച്ചാണ്. അപ്പം മമ്മി ചോദിച്ചു എന്തിനാ? നിമിച്ചേച്ചി സാറിനോട് പറഞ്ഞു മാർക്ക് കിട്ടിയാൽ എന്താണോ ആ കാര്യം കൊച്ചു പറഞ്ഞു. പോയി കഴിഞ്ഞ് മമ്മി ചോദിച്ചു എന്നെ അടിയെന്ന് ചോദിച്ചു. അപ്പം ഞാനിത് പറഞ്ഞു. അപ്പം എൻ്റെ പേരൻസ് എന്നെ വഴക്ക് പറഞ്ഞില്ല. എൻ്റെ മമ്മി പറഞ്ഞു ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം, നമുക്കിത് സ്കൂളിൽ പോയി പറയണമെന്ന്. അന്നും ഞാൻ പറഞ്ഞു വേണ്ട മമ്മി, ഈ സാറെന്ന് പറയുമ്പം ഞാൻ സത്യം പറഞ്ഞ ഒരു ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണ്. ഈ സാറും ഒരു ഈ സാറും സെയിം കമ്മ്യൂണിറ്റിയിലൊക്കെയാണ്, അതിനെക്കുറിച്ച് ആദ്യം പറയുന്നില്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആവണ്ട. പിന്നെ നമ്മൾ ചർച്ചിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്, പിന്നെ എൻ്റെ ഫാമിലി കുറേ പേര് ഈ ഒരു അധ്യാപകൻ്റെ ഫ്രണ്ട്സാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളതൊന്നും ചെയ്തില്ല എന്തായാണേലും. ഇന്നും ഞാനത് ഓർക്കുമ്പം അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ അറിവ് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ പുള്ളിക്കാരനെ ഞാൻ ലീഗലി എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇത് പിള്ളേർ തമ്മിൽ പലതും പറയും ഇത് വേറൊരു ക്ലാസ്, ഇത് പിന്നെ പുള്ളിക്കാരനെ കാണുമ്പോൾ ഞാൻ കുറേ നാൾ ഒളിച്ചു നടക്കുമായിരുന്നു. കാരണം ആ പ്രായത്തിൽ എനിക്ക് ഞാൻ ചെയ്തതാ തെറ്റെന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ ഏറ്റവും എഫക്റ്റ് ചെയ്ത് ആ കൊച്ചു പോയി സാറിനോട് പറഞ്ഞ് എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. എന്നെ എഫക്റ്റ് ചെയ്ത് മൊത്തം ഈ ഇത്രയും പിള്ളേരുടെ മുമ്പിൽ തന്നെ അടിച്ചു തന്നെ നല്ലോണം എഫക്റ്റ് ചെയ്തു. പിന്നെ പിന്നെ എൻ്റെ ക്ലാസ്സിൽ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഏതൊരു ചെറുക്കൻ കൊച്ച് ഇങ്ങനെ, അതായത് എൻ്റെ ഫ്രണ്ട് ബോയ്സ് ഏതൊരു കൊച്ചിങ്ങനെ പറഞ്ഞു നിമ്മിക്ക് ഇന്നലെ നല്ല അടി കിട്ടിയെന്ന്. അപ്പോൾ ഇത് ഓൾ ടുഗദർ ഈ എല്ലാ പറയുമ്പോൾ എൻ്റെ കുറ്റമാണെന്ന് നമ്മൾ ഈ പറഞ്ഞ് ഇതുണ്ടല്ലോ, അത് ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു പ്രായം വരെ ഞാനത് എൻ്റെ കുറ്റമാണ്, അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ ഒരു രീതിയിൽ എൻ്റെ പപ്പ എനിക്ക് തോന്നുന്നു ഒരു ദിവസം സ്കൂളിൽ വരാനും സംസാരിക്കാനും ഒക്കെ ഇരുന്നു. പക്ഷെ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾക്ക് പറമ്പും ഒത്തിരി പണിക്കാരും ഒക്കെ ഉണ്ട്. അപ്പം പപ്പായ്ക്ക് എന്തോ അന്ന് വരാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ മക്കളുടെ പുറകെ നടക്കും, അതിൻ്റെ അങ്ങനെ ഒരു ഇതല്ലല്ലോ നമ്മുടെ അവിടെയൊന്നും, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും പിന്നീട് അതിലൂടെ ഇല്ല. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കലും ഇത് മറക്കത്തില്ല. ബാക്കി 2 സംഭവം മറന്നാലും ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എസ്പെഷ്യലി എനിക്ക് അങ്ങനെ ഒരു അടിയൊന്നും എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. അല്ല, കുസൃതിയൊക്കെ കളിച്ച് പപ്പായുടെ അടി കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ഇങ്ങനെ സ്കൂളിൽ നിന്ന് സാർമാരുടെ നിന്ന് അങ്ങനെയൊന്നും എനിക്ക് അടി കിട്ടുന്നത് ഒട്ടും തന്നെ അടി കിട്ടിയിട്ടില്ല. കാരണം അവർ പഠിപ്പിക്കുന്നതിന് മുമ്പേ ആ ലെസണൂടെ പഠിച്ചു വെക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു ഞാൻ അന്നേ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു അനുഭവമാണ്. അത് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ സാറിനെ കാണുമ്പോൾ ഇന്നിപ്പം ഞാൻ ആ സാറിനെ കണ്ടാൽ വല്ലതും ചോദിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലായിരിക്കും. എത്ര വർഷമായി, എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രായത്തിൻ്റെ പകുതി കൂടുതൽ വർഷത്തിന് മുമ്പുള്ളത്. അതൊന്നും ഞാൻ ഇനി ഒരിക്കലും ചോദിക്കത്തില്ല.